ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കറിയാം പ്ലസ് ടുവിൻ്റെയും SSLCയുടെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയാലും എന്താണ് ഫ്ലെക്സ് ബോർഡുകളും അനുമോദനങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ തുറന്നാലുമൊക്കെ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ള. ഫുൾ A+ കിട്ടിയവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇതിനെ എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്തിനാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അല്ലേ. SSLCയുടെ റിസൾട്ട് വന്നാലും പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നാലും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലെവലുകളെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഗവൺമെൻറ് അത് മാറ്റി ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതുകൂടാതെ നമ്മുടെ കലോത്സവ വേദികളിലും ആയിരുന്നു അല്ലേ, കലാപ്രതിഭ, കലാതിലകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മാറ്റി അവിടെയും ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഈ പിള്ളേരുടെ ഇടയിലുള്ള മത്സരം. പിള്ളേരെ കഴിഞ്ഞ് മത്സരം ആർക്കാണ്? പേരൻസിനാണ് അല്ലേ. അപ്പോൾ ഈ പേരൻസിൻ്റെ ഇടയിലുള്ള മത്സരം, പിള്ളേരുടെ ഇടയിലുള്ള മത്സരമൊക്കെ ഉണ്ടാകാതിരിക്കാനും അതൊക്കെ മാറ്റി ഒരു സാഹോദര്യ മൈൻഡ് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പം നമ്മൾ അതിനെ കഴിഞ്ഞ് വലിയ വില്ലന്മാരാണ്, അങ്ങനെ കൊണ്ടുവന്നാലും അതൊന്നും അംഗീകരിച്ച് കൊടുക്കത്തില്ല എന്നുള്ളൊരു മൈൻഡ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് ഫുൾ A+കാരെ എടുത്ത് ഫ്ലെക്സ് ബോർഡ് അടിക്കാൻ തുടങ്ങി. പിന്നെ ഇനി കലോത്സവ വേദികളിലാണെങ്കിലും എല്ലാത്തിനും A ഗ്രേഡ് കിട്ടിയവരെ ഒക്കെ നമ്മൾ പൊക്കി പിടിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നത് നല്ലത്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അത് അവരുടെ കഴിവ് കൊണ്ടല്ലേ? ആണ്, സത്യമായിട്ടും അതെ, കഴിവ് കൊണ്ട് തന്നെയാണ്, അല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഈ കഴിവുകളുടെയും ഒക്കെ കാര്യമല്ല, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിക്കാതെ അതിൻ്റെ അങ്ങനെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ നമ്മുടെ അതായത് ഈ മക്കളുടെ പ്രായമുള്ള അതേ ഒരു കൂട്ടം മക്കളുണ്ട്. അവർക്ക് ചിലർക്ക് കഴിവുണ്ടായിട്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ പിള്ളേരുണ്ട് അല്ലേ. അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ എത്തപ്പെടാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മളൊന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു മനുഷ്യത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ എതിർക്കാനുള്ള കാരണം അവരും ഇതേ അവസ്ഥയിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ കുറേ പേര് തല കുനിച്ചിരിക്കുമ്പോൾ കുറേ പേരെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആക്ച്വലി ഈ 10th റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കൊണ്ടൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെയും നമ്മൾ വേറെ ലെവലുകളിലോട്ടൊക്കെ എത്തി, നല്ലൊരു പ്രൊഫഷണൽ ലെവലുകളിലോട്ടൊക്കെ എത്തിയിട്ട് വേണം നമ്മുടെയൊക്കെ കഴിവ് തെളിയിക്കാൻ. അന്നേരം നമുക്ക് അനുമോദിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അന്ന് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയല്ല. നമുക്ക് ഒറ്റയ്ക്ക് അവരെ അഭിനന്ദിക്കാനുള്ള അവസരമുണ്ട്. അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഈ പ്ലസ് ടുവിൻ്റെ ഒന്നാമത് അവർ ചെറിയ പിള്ളേരാണല്ലേ. പെട്ടെന്ന് നമ്മൾ ഇച്ചിരി മുതിർന്ന ആൾക്കാരെ പോലെ ചിന്തിക്കാനുള്ള മൈൻഡൊന്നും അവർക്കില്ല. അത്ര ഒരു ഇല്ല. അവർ പെട്ടെന്ന് അവരുടെ തല കുനിഞ്ഞു പോകും, പെട്ടെന്ന് അവർക്ക് അപമാന ഭാരം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ എതിർക്കാനുള്ള കാരണം. അപ്പം അങ്ങനെയൊക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റണമെങ്കിൽ ഇനിയിപ്പം നമുക്ക് ഫുൾ A+ കിട്ടിയവരുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ താഴ്ന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് ചേർത്ത് പിടിക്കാനുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടാകുന്നതിനാണ് ഈ മനുഷ്യത്വം എന്നൊക്കെ പറയണത്. അപ്പം അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യത്വമൊക്കെ നശിച്ചു പോയിരിക്കുന്ന സമയമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്താ പറയുക, ഇനി വളർന്നു വരുന്ന തലമുറകളിലേക്കെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു മത്സരബുദ്ധി അവർക്ക് ഇല്ലാതെ ഇരിക്കാനും വേർതിരിവുകൾ ഇല്ലാതിരിക്കാനുമൊക്കെ അവർക്ക് പ്രചോദനമാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകളെയൊക്കെ എതിർക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഒന്നും വെച്ചത് ഞാനാരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അതിനെ എന്തുകൊണ്ട് എല്ലാവരും എതിർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിജയിക്കാതെ പോയവർക്കും മാർക്ക് കുറഞ്ഞു പോയവരും ഒന്നും വിഷമിക്കേണ്ട. ജീവിതത്തിൻ്റെ യഥാർത്ഥ ടേണിംഗ് പോയിൻറ്റുകളൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയും പഠിച്ചു മുന്നേറുവാനും ഇനിയും വലിയ വലിയ നിലകളിലെത്താനുമുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട്. അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയട്ടെ. വാശിയോടെ മുന്നേറുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെയൊക്കെ കാണണമെന്ന് ഒരു ചെറിയ ഒരു റിക്വസ്റ്റും കൂടെ വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.